അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 5-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ തദ്രീബാത്ത് വർക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തുൽ ഖാമിസ, 5-ാമത്തെ പാഠം. സുബ്ബു അലൈഹി ദനൂബം മിമ്മാ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഒരു അഅ്റാബി മസ്ജിദിൽ മൂത്രമൊഴിച്ചു. ജനങ്ങൾ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്കൂ. മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒരു ബക്കറ്റ് വെള്ളമൊഴിക്കൂ. സ്വഹാബികൾ ആ സ്ഥലത്ത് വെള്ളമൊഴിച്ചു. മൂത്രം നജസാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളമൊഴിക്കാൻ കൽപ്പിച്ചത്. എന്താണ് നജസ്? നിസ്കാരത്തിന്റെ സാധുതയ്ക്ക് ഭംഗം വരുത്തുന്ന മലിന വസ്തുവാണ് നജസ്. മൂത്രം, കാഷ്ടം, രക്തം, ജലം, മതിയെ, വതിയെ, ആമാശയത്തിൽ നിന്നുള്ള ഛർദിൽ, മൃഗങ്ങൾ തികട്ടിയരച്ചത്, ഇഴജന്തുക്കളുടെ വിഷം, മത്സ്യം, ജറാദ് എന്നീ ജീവികളുടേതല്ലാത്ത ശവങ്ങൾ, നായ, പന്നി തുടങ്ങിയവ നജസാണ്. ഭക്ഷിക്കൽ ഹലാലല്ലാത്ത മനുഷ്യേതര ജീവികളുടെ പാൽ, ശവത്തിന്റെ പാൽ, ആമാശയത്തിൽ നിന്ന് വരുന്ന കഫം, കേല, തിന്നാൻ പറ്റാത്ത ജീവിയുടെയോ തിന്നാൻ പറ്റുന്ന ജീവിയുടെ ശവത്തിന്റെയോ രോമം, തൂവൽ എന്നിവയും നജസാണ്. ചില നജസുകൾ അഫ്വ് ചെയ്യപ്പെടുന്നവയാണ്. നജസായ അല്പം രോമങ്ങൾ, നജസിന്റെ അല്പം പുക, പൊടി, ഈച്ചയുടെ കാലിലെ നജസ്, സാധാരണ നിലയിൽ കാണാൻ കഴിയാത്ത നജസ് എന്നിവ അഫ്വ് ചെയ്യപ്പെടുന്നവയാണ്. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേൻ തുടങ്ങിയവയുടെ ശവം മുതലായവ വെള്ളത്തിൽ മാത്രം അഫ്വ് ചെയ്യപ്പെടുന്നവയാണ്. മാംസത്തിൽ ശേഷിക്കുന്ന രക്തം, പഴത്തിൽ നിന്നുണ്ടായ പുഴു, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം, നജസായ വെണ്ണീറിൽ നിന്ന് പാറിയ പൊടി, ജീവികളുടെ അകിടിലെ കുറഞ്ഞ നജസ് തുടങ്ങിയവ ഭക്ഷണത്തിൽ അഫ്വ് ചെയ്യപ്പെടുന്നതാണ്. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, മുറിവുകളിലെയും വ്രണങ്ങളിലെയും രക്തം, മറ്റൊരാളുടെ കുറഞ്ഞ രക്തം, ഊൻ പൊട്ടി വരുന്ന രക്തം തുടങ്ങിയവയ്ക്ക് നിസ്കാരത്തിൽ അഫ്വുണ്ട്. നജസ് 3 വിധമാണ്: മുവല്ലല്, മുതവസ്സിത്ത്, മുഹഫഫ്. നായ, പന്നി എന്നിവയാണ് മുവല്ലല്. അവ കൊണ്ട് നജസായാൽ നജസിന്റെ തടി നീക്കിയതിനു ശേഷം അത് 7 തവണ കഴുകണം. ഒരു തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടാവണം. എന്നാൽ മണ്ണുള്ള നിലത്താണെങ്കിൽ 7 തവണ കഴുകിയാൽ മതി. പ്രത്യേകം മണ്ണ് ചേർക്കേണ്ടതില്ല. പാൽ മാത്രം ഭക്ഷിക്കുന്ന 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫഫായ നജസ്. നജസിന്റെ തടി നീക്കിയതിനു ശേഷം നജസായ ഭാഗം പൂർണ്ണമായും വെള്ളം കുടഞ്ഞാൽ അത് ശുദ്ധിയാകും. മുവല്ലലും മുഹഫഫുമല്ലാത്ത നജസാണ് മുതവസ്സിത്ത്. മുതവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായ വസ്തുവിൽ നജസിന്റെ നിറം, മണം, രുചി എന്നിവയൊന്നുമില്ലെങ്കിൽ ഒരു തവണ അതിന് മുകളിലൂടെ വെള്ളം ഒഴുക്കിയാൽ മതി. നജസിന്റെ നിറം, മണം, രുചി എന്നിവയുണ്ടെങ്കിൽ അവ നീക്കിയാൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. എന്നാൽ നീക്കാൻ കഴിയാത്ത നിറമോ മണമോ അവശേഷിക്കുന്നതിൽ കുഴപ്പമില്ല. മുത്തനജിസ് കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകിയാൽ ശുദ്ധിയാവുകയില്ല. നജസായ ഭാഗത്ത് വെള്ളം ഒഴുക്കിയാണ് അത് ശുദ്ധീകരിക്കേണ്ടത്. ഇസ്തിൻജാ ചെയ്യുമ്പോഴും നജസിന്റെ നിറം, മണം, രുചി നീങ്ങുന്ന രീതിയിൽ ശുദ്ധിയാക്കണം. നജസിനെ വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ടും ഇസ്തിൻജാ ചെയ്യാവുന്നതാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ ഹറാമാണ്. കല്ല്, ടിഷ്യൂ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ചില നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നജസ് ഉണങ്ങാതിരിക്കുക, പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് നീങ്ങാതിരിക്കുക, മറ്റു വസ്തുവുമായി കൂടിക്കലരാതിരിക്കുക, നജസ് പുറപ്പെട്ട സ്ഥലം ശുദ്ധമാകുന്ന രീതിയിൽ 3 തവണ പൂർണ്ണമായി തടവുക തുടങ്ങിയവയാണവ. ഈ പാഠത്തിൽ നമ്മൾ നജസിനെ കുറിച്ചും നജസ് ശുദ്ധീകരണത്തെക്കുറിച്ചുമാണ് പഠിച്ചത്. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകൾ നോക്കാം. തദ്രീബാത്തിലെ 1-ാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1. നായ, പന്നി എന്നിവ കൊണ്ട് നജസായത്. 2. പാൽ മാത്രം ഭക്ഷിക്കുന്ന 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം. 3. മൂത്രം, രക്തം മുതലായവ.
4. ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം. ഇപ്പുറത്ത് നോക്കൂ. എ. അഫ്വ് ചെയ്യപ്പെടുന്നത്. ബി. മുത്തവസ്സിത്ത്. സി. മുവല്ലല്. ഡി. മുഹഫഫ്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷന്റെ ലെറ്റർ നമുക്ക് ആ ബോക്സിൽ എഴുതാം. നോക്കൂ. 1. നായ, പന്നി എന്നിവ കൊണ്ട് നജസായത്. അതിന് ശരിയായത് സി. മുവല്ലല്. 2. പാൽ മാത്രം ഭക്ഷിക്കുന്ന 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം. അതിന് ശരിയായത് ഡി. മുഹഫഫ്. 3. മൂത്രം, രക്തം മുതലായവ. അതിന് ശരിയായത് ബി. മുത്തവസ്സിത്ത്. 4. ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം. അതിന് ശരിയായത് എ. അഫ്വ് ചെയ്യപ്പെടുന്നത്. സി, ഡി, ബി, എ. ഇനി നോക്കൂ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം. നുമയ്യിസു താഹിറ മിനൻ നജാസാത്ത്. ഇവിടെ നമുക്ക് കുറെ നജസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അഫ്വ് ചെയ്യപ്പെടുന്ന നജസ്, അഫ്വ് ചെയ്യപ്പെടാത്ത നജസ് രണ്ടും വേർതിരിച്ചിട്ട് ആ താഴെ കൊടുത്തിട്ടുള്ള കോളങ്ങളിൽ എഴുതാനുള്ളതാണ്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ആദ്യം നമുക്ക് ഈ ബോക്സിൽ കൊടുത്തതൊന്ന് വായിച്ചു നോക്കാം. ചത്ത ആടിന്റെ പാൽ, ചത്ത പേൻ, കാഷ്ടം, പാമ്പിന്റെ വിഷം, ചത്ത കോഴി, പഴത്തിലെ ചത്ത പുഴു, കൊതുകിന്റെ രക്തം, വായിൽ നിന്ന് വരുന്ന കേല. ഇതെല്ലാം നമ്മൾ വേർതിരിച്ചിട്ട് ആ 2 ബോക്സുകളിലായിട്ട് നമ്മൾ കൊടുക്കണം. നോക്കൂ. നജസ് മഗ്ഫൂവൻ അൻഹു. ആ ബോക്സിൽ നമുക്ക് 1. ചത്തപ്പേൻ, 2. പഴത്തിലെ ചത്ത പുഴു, 3. കൊതുകിന്റെ രക്തം, 4. വായിൽ നിന്ന് വരുന്ന കേല. ഇതെല്ലാം അഫ്വ് ചെയ്യപ്പെടുന്ന നജസ്സുകളാണ്. ഇനി നോക്കൂ. നജസുൻ ഗൈറു മഗ്ഫൂവിൻ അൻഹു. ആ ബോക്സിൽ നമുക്ക് ചത്ത ആടിന്റെ പാൽ, കാഷ്ടം, പാമ്പിന്റെ വിഷം, ചത്ത കോഴി, ഇതെല്ലാം നമുക്ക് ആ ബോക്സിൽ എഴുതാം. അതായത് അഫ്വ് ചെയ്യപ്പെടാത്ത നജസ്സുകള് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ നോക്കിയിട്ട് നിങ്ങൾ ആ കോളത്തിൽ എഴുതുക. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം. നുജീബ്. ഉത്തരം എഴുതാനുള്ളതാണ്. 1. വെള്ളത്തിൽ മാത്രം അഫ്വ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഏതെല്ലാം? ഉത്തരം. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേൻ തുടങ്ങിയവയുടെ ശവം. 2ാമത്തെ ചോദ്യം. ഭക്ഷണത്തിൽ അഫ്വ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഏതെല്ലാം? ഉത്തരം. മാംസത്തിൽ ശേഷിക്കുന്ന രക്തം, പഴത്തിൽ നിന്നുണ്ടായ പുഴു, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം, നജസ്സായ വെണ്ണീറിൽ നിന്ന് പാറിയ പൊടി, ജീവികളുടെ അകിടിലെ കുറഞ്ഞ നജസ് തുടങ്ങിയവ. 3ാമത്തെ ചോദ്യം. നിസ്കാരത്തിൽ അഫ്വ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഏതെല്ലാം? ഉത്തരം. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, മുറിവുകളിലെയും വ്രണങ്ങളിലെയും രക്തം, മറ്റൊരാളുടെ കുറഞ്ഞ രക്തം, ഊൻ പൊട്ടിവരുന്ന രക്തം തുടങ്ങിയവ. 4ാമത്തെ ചോദ്യം. മുഹഫഫായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും? ഉത്തരം. നജസിന്റെ തടി നീക്കിയതിനു ശേഷം നജസായ ഭാഗം പൂർണ്ണമായും വെള്ളം കുടഞ്ഞാൽ അത് ശുദ്ധിയാകും. 5ാമത്തെ ചോദ്യം. മുവല്ലലായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും? ഉത്തരം. മുവല്ലലായവ കൊണ്ട് നജസായാൽ നജസിന്റെ തടി നീക്കിയതിനു ശേഷം അത് 7 തവണ കഴുകണം. 1 തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടാവണം. എന്നാൽ മണ്ണുള്ള നിലത്താണെങ്കിൽ 7 തവണ കഴുകിയാൽ മതി. പ്രത്യേകം മണ്ണ് ചേർക്കേണ്ടതില്ല. 6ാമത്തെ ചോദ്യം. മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും? ഉത്തരം. മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായ വസ്തുവിൽ നജസിന്റെ നിറം, മണം, രുചി എന്നിവയൊന്നുമില്ലെങ്കിൽ 1 തവണ അതിനു മുകളിലൂടെ വെള്ളം ഒഴുക്കിയാൽ മതി. നജസിന്റെ നിറം, മണം, രുചി എന്നിവയുണ്ടെങ്കിൽ അവ നീക്കിയാൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. എന്നാൽ നീക്കാൻ കഴിയാത്ത നിറമോ മണമോ അവശേഷിക്കുന്നതിൽ കുഴപ്പമില്ല. 7ാമത്തെ ചോദ്യം. വെള്ളമല്ലാത്ത ഇസ്തിൻജാഇന് പറ്റിയ വസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം. നജസിനെ വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ തുടങ്ങിയവ. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം. നക്തുബ് ഫിക്റ. പാരഗ്രാഫ് എഴുതാനുള്ളതാണ്. 1. നജസായത് ശുദ്ധീകരിക്കൽ. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതണം. ആ പ്രവർത്തനം നോക്കൂ. നജസ് 3 വിധമാണ്. മുവല്ലല്, മുത്തവസ്സിത്ത്, മുഹഫഫ്. നായ, പന്നി എന്നിവയാണ് മുവല്ലല്. അവ കൊണ്ട് നജസായാൽ നജസിന്റെ തടി നീക്കിയതിനു ശേഷം അത് 7 തവണ കഴുകണം. 1 തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടാവണം. എന്നാൽ മണ്ണുള്ള നിലത്താണെങ്കിൽ 7 തവണ കഴുകിയാൽ മതി. പ്രത്യേകം മണ്ണ് ചേർക്കേണ്ടതില്ല. പാൽ മാത്രം ഭക്ഷിക്കുന്ന 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫഫായ നജസ്. നജസിന്റെ തടി നീക്കിയതിനു ശേഷം നജസായ ഭാഗം പൂർണ്ണമായും വെള്ളം കുടഞ്ഞാൽ അത് ശുദ്ധിയാകും.
മുഹല്ലലും മുഹഫഫുമല്ലാത്ത നജസാണ് മുത്തവസ്സിത്ത്. മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായ വസ്തുവിൽ നജസിന്റെ നിറം, മണം, രുചി എന്നിവയൊന്നുമില്ലെങ്കിൽ ഒരു തവണ അതിനു മുകളിലൂടെ വെള്ളം ഒഴുക്കിയാൽ മതി. നജസിന്റെ നിറം, മണം, രുചി എന്നിവയുണ്ടെങ്കിൽ അവ നീക്കിയാൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. എന്നാൽ നീക്കാൻ കഴിയാത്ത നിറമോ മണമോ അവശേഷിക്കുന്നതിൽ കുഴപ്പമില്ല. മുത്തനജിസ് കുറഞ്ഞ വെള്ളത്തിലിട്ട് കഴുകിയാൽ ശുദ്ധിയാവുകയില്ല. നജസായ ഭാഗത്ത് വെള്ളം ഒഴുക്കിയാണ് അത് ശുദ്ധീകരിക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. നക്തുബ് ഫിക്ര, അതിലെ രണ്ടാമത്തത് ടിഷ്യൂ പേപ്പർ കൊണ്ടുള്ള ശുദ്ധീകരണം. അതിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതണം. ആ പ്രവർത്തനം നോക്കൂ. കല്ല്, ടിഷ്യൂ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ചില നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നജസ് ഉണങ്ങാതിരിക്കുക, പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് നീങ്ങാതിരിക്കുക, മറ്റു വസ്തുവുമായി കൂടിക്കലരാതിരിക്കുക, നജസ് പുറപ്പെട്ട സ്ഥലം ശുദ്ധമാകുന്ന രീതിയിൽ 3 തവണ പൂർണ്ണമായി തടവുക തുടങ്ങിയവയാണവ. അപ്പൊ അതുവരെയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം തഹസീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാം പ്രായോഗിക മതം എന്ന ആശയം സമർത്ഥിക്കുക. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ നജസിന്റെ ശുദ്ധീകരണത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ തഹസീസ് വർക്ക് ചെയ്യാം. നോക്കൂ. ഇസ്ലാം പ്രായോഗിക മതം എന്നൊരു ഹെഡിങ് കൊടുക്കുക. ശുചിത്വ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്ന പരിശുദ്ധ മതമായ ഇസ്ലാം അഴുക്കിനെയും മ്ലേച്ഛമായ വസ്തുക്കളെയും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. മ്ലേച്ഛമായ വസ്തുക്കളെ വ്യക്തമായി നിർവചിക്കുകയും ശുദ്ധീകരണ രീതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം. നിസ്കാരത്തിന്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യമായ ഒന്നാണ് നജസിൽ നിന്നുള്ള ശുദ്ധീകരണം. ഇസ്ലാം പരിശുദ്ധവും പ്രകൃതിപരവുമാണ്. കുറെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാം മാനവരാശിക്ക് മുൻപിൽ സമർപ്പിക്കുന്നുണ്ട്. അതെല്ലാം മനുഷ്യരുടെ ഇഹപര നേട്ടങ്ങൾക്കായുള്ളത് മാത്രമാണ്. ദോഷകരമായ യാതൊരു കാര്യവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നജസ് ശുദ്ധീകരണത്തിന്റെ കാര്യമെടുക്കാം. മാനസികവും ശാരീരികവുമായ ശുദ്ധി പാലിക്കുവാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ശരീരം, വസ്ത്രം, സ്ഥലം, കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം തന്നെ നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണമെന്ന് ഇസ്ലാം ഓർമ്മിപ്പിക്കുന്നു. അത് രോഗവ്യാപനത്തെ തടയുന്നു. നജസ് ശുദ്ധീകരണ മേഖലയിൽ ഓരോരുത്തരും കണിശമായി പാലിക്കേണ്ട ഒട്ടനവധി മര്യാദകളെക്കുറിച്ചും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യനില മെച്ചപ്പെടുത്താനുള്ള ഇത്തരം ഉപദേശങ്ങളെ തൊട്ട് അശ്രദ്ധരായാലുണ്ടാകുന്ന അപകടങ്ങൾ ചെറുതായിരിക്കില്ല. ഇസ്ലാം മാനുഷിക മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന മതമാണെന്നതിന് ഇതിലും വലിയ തെളിവുകളുടെ ആവശ്യമില്ല. മനുഷ്യ ജീവിതത്തിന്റെ മാറ്റങ്ങളെപ്പറ്റി വ്യക്തമായി അറിയുന്ന രക്ഷിതാവ് എക്കാലത്തുമുള്ളവർക്കായി ഇത്തരം നിയമങ്ങൾ നൽകിയത് പ്രയാസപ്പെടുത്താനല്ല, എളുപ്പം നൽകാനാണെന്ന് ഇസ്ലാമിനോടടുക്കുന്ന ആർക്കും ബോധ്യമാകും. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.